ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 11:30 വരെ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെയായി 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമായിരുന്നു. വലിയ പറയും മഴയോ വെയിലോ ഒന്നുമില്ലാണ്ട് നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ വണ്ടികളിങ്ങനെ കാണാനായിട്ട്. അങ്ങനെ ഇന്ന് മൊത്തം അവർ വണ്ടികളുടെ പിന്നാലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 13-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ കൈയോടെ പേപ്പറുമെന്ന് ആ ഡേറ്റ് കൊടുക്കുക. അപ്പോൾ എനിക്കും ഇത് കാണുമ്പോൾ ഇത് ഇത്രാം തീയതിയിലത്തെയാണെന്നുള്ളത് ഒരു ഓർമ്മ വരില്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ പാച്ചുട്ടൻ അമ്മമ്മേനെ സഹായിക്കുകയാണ്. വെള്ളം കുപ്പി കൊണ്ടുവന്ന് നിറയ്ക്കാനായിട്ട് കൊണ്ടുപോയത്. പക്ഷേ കുട്ടിക്ക് ഒറ്റയ്ക്ക് അത് പൊങ്ങുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി നിറച്ച് വെച്ച് കൊടുക്കുക ചെയ്തേട്ടോ. അങ്ങനെ നമ്മൾ പതിവുപടി മാതാവിൻ്റെ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് എന്താ പറയുക, ഇപ്പോൾ കുറേ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, മുമ്പും പറയും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യങ്ങളിട്ടപ്പോൾ അതെനിക്ക് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ പഴം നിന്ന് പഴുത്തു. നമ്മുടെ ചാക്കോച്ചനാണ് ഇതിൻ്റെ ആൾ കേട്ടോ. ചാക്കോച്ചനും 3 പേർക്കും ഇഷ്ടമാണ്. പക്ഷേ ചാക്കോച്ചന് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അവൻ്റെ ഫേവറേറ്റാണ് ബനാന കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ കൊന്നപ്പൂവ് ഡാഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിടക്കണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചനെ പഴക്കൊല കാണിക്കാൻ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ നോക്കണത്. പക്ഷേ ഇന്ന് വയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് വല്ലാണ്ടുള്ള എക്സ്പ്രഷനൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചാൽ ഭയങ്കര ഇഷ്ടം, വാവ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക കേട്ടോ മൂപ്പര്. അങ്ങനെ സ്വന്തമായിട്ടൊരു പഴമൊക്കെ ഉരിഞ്ഞ് മൂപ്പര് കഴിച്ചു. ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരമല്ലേ ഉള്ളൂ ഉച്ചത്തെ ഭക്ഷണത്തിന്, എന്നാൽ പിന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കുത്തു പൊറോട്ട ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ മുട്ട ദോശ ഉണ്ടാക്കി. പിന്നെ ഡാഡിക്കും ദോശ തന്നെ, ഡിവൈൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ എന്താ പറയുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർസിൻ്റെ കളിയും ബഹളവും എന്താ പറയുക തിക്കും തിരക്കുമാണ്. അപ്പോൾ ചാക്കോച്ചൻ ഉഷാറായി. അപ്പോൾ അതിൻ്റെ ആ ബഹളമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അവനെങ്ങനെയാ വെച്ചാൽ ഒന്ന് തല പൊന്തി കഴിഞ്ഞാൽ പിന്നെ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവും. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തളർന്നിങ്ങനെ എന്താ പറയുക മിണ്ടാണ്ട് കിടക്കും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ ഡിവൈൻ ലാസ്റ്റ് ദോശ ഡിവൈനാണ് കഴിക്കുന്നത് കേട്ടോ. ഡിവൈൻ നെയ് റോസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ പറയുക, ഇനി ഉച്ചയിലത്തേക്ക് എന്ത് വേണം എന്ന് ആലോചിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഉച്ചയ്ക്ക് ലുലുവിലേക്ക് പോകാം. കാരണം കുട്ടികളെ കുറേ ദിവസമായി ഞങ്ങൾ പറഞ്ഞ് പറ്റിക്കണം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വിചാരിച്ചു വേണ്ട, ഉച്ചയ്ക്ക് ശേഷം പോകാം. കാരണം ഈ 2 മണിക്ക് എനിക്കൊരു ഡ്രീം കളക്ഷൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് ആരാണ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനത് ഫോട്ടോസൊക്കെ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വലിയ ഡാഡി പള്ളിയിൽ നിന്ന് വന്നത്. വലിയ പള്ളിയിൽ നിന്ന് വന്നത് പിള്ളേർക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്ന് അത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് വലിയ ഡാഡി പോയിട്ടോ. അപ്പോൾ അവിടെ ചേച്ചി ഇന്ന് ഉച്ചയ്ക്ക് പോവും അക്കീരോടെ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇന്ന് അങ്ങോട്ട് പോകാമെന്ന്. പക്ഷേ പരിപാടികൾ മൊത്തം തല തിരിഞ്ഞു പോയിട്ട് നമ്മൾ വിചാരിക്കണതൊന്നും അല്ല നടക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കരിമണിമാലകളുടെ ഫോട്ടോസ് വേഗം എടുത്ത് എന്താ പറയുക, വേഗം വോയിസ് ഓവർ കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എടുത്ത പഴി എടുത്ത് കൊടുത്ത് വെച്ചാലേ നമുക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗസ്റ്റ് ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ ഗ്രൂപ്പിലെ അനില ആൻ്റണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 40 പേരാണുള്ളത്. അപ്പോൾ അതിലെ ഒരാളാണ്. അത് കുറേ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനത് എനിക്ക് തോന്നുന്നു ആൻ്റണി ഇപ്പോൾ എത്തും, ആൻ്റണിയെ കൊണ്ട് പറയിപ്പിക്കാം. അനില ഓട്ടോയിലാണ് വന്നത്, ആൻ്റണി നടന്നിട്ടാണ് വന്നത്. അപ്പോൾ അത് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. കാരണം ഞാൻ പറയുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ ആൻ്റണിയെ കൊണ്ട് എന്നെ പറയിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ആൾ വന്ന് കുട്ടികളെയൊക്കെ കയ്യിലെടുത്തു കേട്ടോ. അപ്പോൾ അനിലാൻറ്റി വന്നപ്പോൾ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്ന് അവരതിൻ്റെ ആ ഒരു ഓളത്തിൽ നിൽക്കുമ്പോഴാണ് അങ്കിളും വന്നത്. അങ്കിൾ വന്നപ്പോൾ അവർക്ക് എന്താ പറയുക, അവരുടെ ഒപ്പം നിന്ന് കളിക്കുന്ന ഒരു ആളാണ് ആൻ്റണി ആയിട്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഡിംപിൾ പറയുന്നത് ഭയങ്കര ക്ഷമയാണ് അങ്കിളിനെ കേട്ടോ എന്ന് പറഞ്ഞു, ചേട്ടനെ എന്ന് പറഞ്ഞു. അങ്കിളല്ല സോറി, ചേട്ടനെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിംപിൾ പായസമൊക്കെ ഉണ്ടാക്കി, നുറുക്ക് ഗോതമ്പ് പായസമായിരുന്നു അപ്പോൾ ഇന്ന്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച്
അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്ത് 2 ഫോട്ടോ ഗ്രൂപ്പിലിട്ടു. പക്ഷേ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും കുറേ നാൾ പരിചയമുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അതിപ്പോൾ നമ്മളുടെ വീട്ടിലെ ഏതൊരാൾ വന്നാലും എനിക്കും ഡാഡിക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഒരേ ഫീലാണ്. അതായത് എൻ്റെ മമ്മിയുടെ ആൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, നിൻ്റെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അത് നമ്മുടെ ഗസ്റ്റാണ്, അല്ലാണ്ട് എൻ്റെ നിൻ്റെ എന്നുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ പാച്ചു ഓൾറെഡി ആൻ്റണീൻ്റെ കൂടെ പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ആൻ്റണീനെ കൊണ്ട് തന്നെയാണ് ആൻ്റണീയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അത് ആൻ്റണീയുടെ വോയിസിൽ തന്നെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഒത്തിരി സന്തോഷം യാത്രയുടെ ഭാഗമായിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി സാധിച്ചതിൽ. യാത്ര എന്താണെന്ന് സംശയമുള്ളവർക്ക് ഹോപ്പ് ഇൻ എവരി സ്റ്റെപ്പ്, ഇപ്പം ഹാഷ്ടാഗ് നിങ്ങൾ കാണുന്നുണ്ടാവും, കാസർഗോഡ് വരെ, അതായത് മെയ് 7 കാസർഗോഡ് അവസാനിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് മാർച്ച് 26. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത്രേ ഉള്ളൂ. മെൻ്റൽ ഹെൽത്ത് അവയർനെസ്, മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും മാനസിക രോഗമെന്നാ കേൾക്കാം. അതൊരു പ്രശ്നം. ഇനി മാനസികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് കൗൺസിലിങ്ങിന് പോകാൻ മടി. ഈ 2 ലക്ഷ്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, മാനസിക ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്ന ഒരു കാര്യം ആളുകളോട് സംസാരിക്കുക, ഇടപെടുക. 2, നമുക്ക് എന്തെങ്കിലും ഒരു പനി വരുന്നത് പോലെ അല്ലെങ്കിൽ ശരീരത്തിന് ഒരു അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരാതിരിക്കട്ടെ. എനിക്ക് വരാം, ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, ആർക്കും വരാം. വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള ഒരാളെ കൺസൾട്ട് ചെയ്യുക. കാരണം ചില കേസുകളൊക്കെ 1-2 സിറ്റിങ്ങിൽ ഇരുന്നാൽ തീരും. ഞാൻ കൗൺസിലർ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള, അപ്പോൾ ഈ ലീഫ്ലെറ്റ് കൊടുക്കുമ്പോൾ അതിൽ നമ്പറില്ല. ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്പർ, മനഃപൂർവ്വം മറന്നുപോയതല്ല, സോറി, ഈ ലീഫ്ലെറ്റ് നമ്പർ ഇല്ലാത്തത് മറന്നുപോയതല്ല, മനഃപൂർവ്വം വെക്കാത്തതാണ്. കാരണം ഈ ലീഫ്ലെറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ഷെയർ ചെയ്യാൻ നിങ്ങൾ എന്നെ വിളിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നിങ്ങളുടെ ഏരിയയിൽ ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട്, കണ്ടുപിടിക്കുക, അവരുടെ പോവാം. അപ്പോൾ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെക്കാൾ പ്രാധാന്യപ്പെട്ട ഒന്നാണ് എന്നൊരു തിരിച്ചറിവ് കേരള സമൂഹത്തിൽ കൂടി വരണം. നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ ഒരു വഴി, ഏറ്റവും എളുപ്പമുള്ള വഴി, കുടുംബത്തിലുള്ള ക്വാളിറ്റി ടൈം കൂടണം. ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയുന്ന അത്തള വിത്തള തവളാച്ചുകൾ കളിക്കാനും അതുപോലെ തന്നെ കള്ളനും പോലീസും കളിക്കാനും എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ട് കുറച്ച് ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് വളരുന്നൊരു സമയമാണ്. അതൊരു ബോധ്യത്തിലേക്ക് വരണം. ഗാഡ്ഗറ്റ്സുകളൊക്കെ വേണം. നിങ്ങളിപ്പോൾ കാണുന്നത് ഫോണിലല്ലേ, ഫോൺ ഒഴിവാക്കണം എന്നല്ല, പക്ഷേ റെസ്പോൺസിബിൾ യൂസേജ് എന്നൊരു സാധനമുണ്ട്. അതിലേക്ക് എത്താനും ക്വാളിറ്റി ടൈം കൂട്ടാനും ഒക്കെ സാധിക്കണം. നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഡോസ്. ശ്രദ്ധിച്ചാൽ മതി, DOSE, 4 ഹോർമോൺ: ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ. ഇത് നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴികൾ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സിലേക്ക് പോകില്ല, വയലൻസിലേക്ക് പോകില്ല, മറ്റ് അബ്യൂസിലേക്ക് പോകില്ല. ഇതൊന്നും എത്താത്തത് കൊണ്ട്, റെക്കഗ്നേഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈവൻ എന്താ പറയുക, ഗാർഹിക പീഡനങ്ങളും, അല്ലെങ്കിൽ അത് ആണായി ശരി പെണ്ണായി ശരി, ജെൻഡറൊന്നും ഞാനിവിടെ പറയുന്നില്ല, മറ്റുള്ളവരോട് അബ്യൂസീവ് ആയിട്ട് പെരുമാറുന്നതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള റെക്കഗ്നേഷൻ, അപ്രീസിയേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല വാക്കുകൾ പറയാൻ, താങ്ക്സ് പറയാൻ, സോറി പറയാൻ, അപ്പോളജൈസ് ചെയ്യാൻ. നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ട് വെളുപ്പിച്ച് നാശാക്കും. അത് ചെയ്യാതെ ജസ്റ്റ് സോറി പറയാൻ. അതുപോലെ തന്നെ കുഞ്ഞാണെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ശരിക്കും കൊടുക്കുന്നതല്ലേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത്. വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. കേൾക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റിലേക്ക് ഈ ലൈറ്റ്സ് സ്പ്രെഡ് ചെയ്യട്ടെ. ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല യാത്ര. നമുക്ക് ആരെയും നന്നാക്കാൻ വേണ്ടി പറ്റില്ല, ഉപദേശിച്ച് ആരെയും നന്നാക്കാൻ പറ്റില്ല. നമുക്ക് സ്വയം ബോധ്യപ്പെടുക, നമ്മൾ റെഡിയാകും. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത യാത്ര അപ്പോൾ വൈഫ് കൂടെ ഉണ്ട്. വൈഫ് നടക്കുന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ മമ്മിയോടെ ഉണ്ട്. അപ്പൊ ഡിമ്പിളിനെയും കൂടെ വീഡിയോയിൽ കണ്ടു. ഡിമ്പിൾ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇനി നേരെ പോകുന്നത് വടക്കഞ്ചേരി, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പട്ടാമ്പി, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, അങ്ങനെ കാസർഗോഡ് മെയ് 7 അവസാനിക്കും. താങ്ക് യു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആൻ്റണി എന്താ വന്നതെന്നുള്ളത്. അപ്പോൾ ആൻ്റണിയുടെ കൂടെ വന്നതാണ് അനിലയ്ക്ക്. പക്ഷേ യാത്രയിൽ എന്താ പറയുക, ആൻ്റണിയുടെ പോലെയുള്ള യാത്രയല്ല. അനില കാറിലാണ്. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും രാത്രികളിൽ അനില അവിടെ ഉണ്ടാവും, അവരൊന്നിച്ചാവും. വീണ്ടും പിറ്റേ ദിവസം യാത്ര തുടരും. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നി. കാരണം നമ്മളുടെ ഡോണിനേക്കാളും ചെറുപ്പം ഒരു കുട്ടിയാണ് അവൻ.
പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വ്രതം പോലെ ഇറങ്ങി തിരിച്ചപ്പോൾ വേറെ ഒന്നും ആഗ്രഹിക്കാണ്ടാണ്. അപ്പം ഞാൻ നമ്പർ കൊടുക്കേണ്ട കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണ പോലെ അല്ലെങ്കിൽ അതൊരു പബ്ലിസിറ്റി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ആൻ്റണി പറഞ്ഞ ആ ലീഫ്ലെറ്റ്, ഹോപ്പ് ഇൻ എവറി സ്റ്റെപ്പ് എന്നുള്ളത്. അതായത് ഇതാണ് അതിൻ്റെ എന്താ പറയുക ഉള്ളടക്കം. ഇങ്ങനെ ഒരു 8 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ തന്നെ നമ്മളുടെ തിരിച്ചറിവിലൂടെ മനസ്സിലാക്കി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭാഷണം കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ നമ്മൾക്കും അതിൽ കൂടെ എന്തൊക്കെയോ ഒരു പോസിറ്റീവായിട്ട് എന്തൊക്കെയോ കിട്ടിയ പോലെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഫുൾ ലീഫ്ലെറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതിപ്പോൾ വളരെ അപൂർവം ചിലരിൽ ഒരാളാണ് ആൻ്റണി. അപ്പോൾ ആൻ്റണിയുടെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ ആവാൻ വേണ്ടി ദൈവം എല്ലാവിധ അനുഗ്രഹവും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത്രയും കിലോമീറ്റേഴ്സ് നടക്കുമ്പോൾ അതിനുള്ള ആരോഗ്യം വേണം. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ടും എന്താ പറയുക തളരാണ്ട് എടുത്ത പണി എടുത്തോടത്ത് എത്തിക്കണം. അപ്പം അതിനുള്ള എല്ലാവിധ അനുഗ്രഹവും തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അങ്ങനെ അനിലതെ ഞാൻ നിർബന്ധിച്ച് ഒരു പിടി ഊണൊക്കെ കഴിച്ച് ആൻ്റണി പോയി ഭക്ഷണമൊക്കെ കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെയാണ്. അപ്പോൾ അവർ ഡിമ്പിളിനെ കളിയാക്കാണ്. ഞങ്ങളൊക്കെ പച്ചക്കറി ഭക്ഷണം കഴിച്ചപ്പോൾ ഡിമ്പിൾ ഇന്നലത്തെ ബാക്കിയിലത്തെ ഫ്രൈഡ് റൈസ് ഇരുന്ന് കഴിക്കണേ, ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞു. സംഭവം ഇതിനായിരുന്നു, ഫ്രൈഡ് റൈസ് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ നേരം ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം അനില യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോൾ അനില എന്നും എൻ്റെ ചാനൽ കാണുന്നൊരു കുട്ടിയാണ്. അപ്പോൾ പറയായിരുന്നു എല്ലാ ദിവസവും കാണുന്ന നടയാണ്. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭാഗ്യം എന്ന് പറഞ്ഞ് അങ്ങനെ അനിലയുടെ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ് 23-ാം തീയതി അങ്ങോട്ടാ തോന്നുന്നുണ്ട് പറഞ്ഞത്. എനിക്ക് ഡേറ്റ് തെറ്റിയോന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ മോന് വേണ്ടിയും എന്താ പറയുക ആ മോനും എല്ലാവിധ അനുഗ്രഹവും തമ്പുരാൻ കൊടുക്കട്ടെ. അങ്ങനെ അനില യാത്ര പറഞ്ഞിറങ്ങി. അപ്പോൾ നമ്മളുടെ ഇവിടെ ഹമാര ഹോട്ടലിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്, നമ്മുടെ ഹൈവേയിൽ നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഡോൺ അവിടേക്ക് കൊണ്ടുവന്നാക്കി. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് വടക്കാഞ്ചേരിയാണ് എത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ്റെ വക സ്പെഷ്യൽ മറ്റേ പഴം വിളയിച്ചിട്ട് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആൻ്റണിക്ക് കൊടുത്തയച്ചു. ഒരു പഴം നമ്മുടെ ചാക്കോച്ച നോക്കിയിട്ട് പഴം ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് പഴം ഇങ്ങനെ യാത്ര കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൊടുത്തയച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. നമുക്കങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിചാരിച്ചേക്കാളും ഏറ്റവും ഭംഗിയുള്ള ഒരു ദിവസമായി മാറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണാവോ എന്താണാവോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിലത്തെ ഒരാളായി മാറി ആൻ്റണിയും അനിലയും. മക്കളെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ അവരെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയാനറിയില്ല. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ കുക്കർ വന്നത്. ഞാൻ 3 എണ്ണത്തിൻ്റെ സെറ്റ് കുക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ ലുലുവിലേക്ക് ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അപ്പോൾ ഞാനും ഡാഡിയും ഡിമ്പിളും ഡോണും പാച്ചും കൂടിയിട്ടാണ് പോയത്. ചാക്കോച്ചിന് വയ്യാത്തതുകൊണ്ട് പിന്നെ അവനെ കൊണ്ടുപോയില്ല, തോമൂനെയും കൊണ്ടുപോയില്ല കേട്ടോ. തോമും അമ്മയും പാച്ചും കൂടിയിട്ട് അവിടെ ഇരുന്നു. കാരണം തോമൂനും വിട്ടിങ്ങനെ മാറണുള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ കൊണ്ടുപോയിട്ട് വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അവനെയും കൊണ്ടുപോയില്ല. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ പറയാം ഹൈലൈറ്റ് മാള്. നമുക്കൊന്ന് എന്താ പറയുക ടൗണിലേക്ക് പോകണ അത്ര ദൂരമൊന്നും ഇങ്ങോട്ടില്ല. അപ്പോൾ എന്തായാലും ഹൈലൈറ്റ് മാളിൽ പോയി അവിടെ കുറച്ച് നേരം ഞാൻ അവിടെ ചെന്നതിന് ശേഷം അങ്ങനെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ പോകുമ്പോഴും നിങ്ങൾ കാണുന്നതാണ്. പിന്നെ ഞാൻ അങ്ങനെ അധികം പർച്ചേസിങ്ങിനൊന്നും പോയതല്ല, ജസ്റ്റ് ഒന്ന് പോയി പാച്ചുവിനൊരു ചേഞ്ച് എന്നുള്ള രീതി. കാരണം അവനെന്നും പറഞ്ഞു പറ്റിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ ലുലുവിൽ കൊണ്ടുപോകാം, ഇങ്ങനെ ചെയ്ത് ലുലു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ അപ്പാപ്പൻ ഡോനട്ട് പറഞ്ഞിട്ട് പുളി കൊണ്ടുവന്നപ്പോൾ കുട്ടി അയ്യോ ഇത് ഡോനട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികളതിപ്പോൾ തോമൂനായാലും പാച്ചുവിനായാലും ചാക്കോച്ചിനെ പിന്നെ അങ്ങനെ അറിയാറായിട്ടില്ല, എന്നാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അവരോട് നമ്മളെങ്ങനെയാ വെച്ചാൽ കുഞ്ഞു മക്കളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുത്താൽ അവർക്ക് നാളെ മേലാക്കും വേറൊരു കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര
ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും വെറുതെ എന്നെ പറ്റിക്കുകയാണ്, എന്നാൽ പിന്നെ എന്തിനപ്പം ഞാൻ ചെയ്യണേ, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ഉത്സാഹം ഉണ്ടാവില്ല. അപ്പോൾ ഡിംപിൾ കുറേ ദിവസമായിട്ട് ഡോനറ്റ് വാങ്ങിത്തരാം കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പറ്റാണ്ടായപ്പോൾ കുട്ടിക്ക് ഇനി വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് കയ്യോടെ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാവും പറഞ്ഞാൽ എനിക്ക് ഇവിടേക്കല്ല വരേണ്ടത്, എനിക്ക് നെസ്റ്റോയിലേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നെസ്റ്റോ ആണ് ശരിക്കും പർച്ചേസിങ്ങിന് ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു ഇഷ്ടം കേട്ടോ. പക്ഷേ നമുക്ക് അടുത്ത് ഇവിടെയാണല്ലോ, അപ്പോൾ പിന്നെ തൽക്കാലം ഇവിടേക്ക് ഒരു ഡോനറ്റ് വാങ്ങിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം, എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി, ഞങ്ങൾ 3 പേര് അപ്പാപ്പനും മോനും കൂടിയിട്ട് ഇങ്ങനെ മറ്റേ ഇതിൽ എന്താ പറയുക അവിടെയൊക്കെ ചുറ്റി നടന്നു. പിന്നെ കുറച്ച് ഈ ബസ്സിലൊന്ന് കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. അപ്പോൾ താഴെ ഒരു സിനിമയുടെ മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കുട്ടികളുടെ പേരറിയാത്ത കാരണം ഞാനത് തിരിച്ച് പറയുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ കാണാത്ത കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ കുട്ടികൾ വന്നിട്ട് നല്ല ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആ ബസ്സിൻ്റെ മുകളിൽ കുട്ടികൾ ദേ ഇരുന്ന് കളിക്കണത്. അപ്പോൾ ഇത് നോക്കാനായിട്ട് ഒരാളുണ്ട് കേട്ടോ, വളരെ സേഫാണ്. അപ്പോൾ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ താഴെ നല്ലോണം ആളാണ് അവിടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അത്രയും പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാത്തത് കേട്ടോ. 1-2 പേരെ എനിക്കറിയാം, പക്ഷേ പേര് പറഞ്ഞ് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാനത് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡിംപിളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ എത്തിച്ച് നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞു കുട്ടി സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ചെറുപ്പത്തിലത്തെ ഡിംപിളിൻ്റെ കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പരിപാടികൾ ഇങ്ങനെ കാണാനൊക്കെ പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വേണം, ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിക്കുമ്പോഴൊക്കെ ഡിംപിൾ ഓടിച്ചെല്ലും, അവിടെ നിന്ന് പാട്ട് പാടും. അത് സ്റ്റേജിൽ കയറിയ മൂപ്പര് വേറൊരാളാവോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നിപ്പോൾ ഓർമ്മ വന്നത് ആ കുഞ്ഞു മോൻ കയറിയപ്പോൾ കേട്ടോ. ഒരിക്കൽ ഞങ്ങൾ എക്സിബിഷന് പോയപ്പോഴാണ് ഇങ്ങനെ സർക്കസ് അവിടെ ചാവക്കാട് ബീച്ചിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ നിന്നപ്പോൾ ഒരു പട്ടിയെ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക. അങ്ങനെ ആ പട്ടിയോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആരാ സുന്ദരിയും ചോദിച്ചു. അപ്പോൾ ഡിംപിൾ എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പട്ടി ഓടി വന്നിട്ട് ഡിംപിളിൻ്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വലിച്ചു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കളിയാക്കുമായിരുന്നു പട്ടി സുന്ദരി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അതായത് ഈ ക്രൗഡിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ച് അവൾക്ക് അത് ചെയ്യാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അവിടെ മുകളിൽ പോയിട്ട് അവിടെ ഒരു ചായക്കട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരേ ചായയും കടിയാണ് കഴിച്ചത്. ചായ സൂപ്പർ ചായയായിരുന്നു, പക്ഷെ കടിയോട് വലിയ ഇഷ്ടം ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ പപ്സിലേക്ക് വെക്കുന്ന മുട്ടയും അതിൻ്റെ മസാല ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ റാപ്പ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതത്ര വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, വേറിട്ട ഒരു സ്നാക്ക് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ മടങ്ങി. അപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇവരെ കാണാനാന്ന് തോന്നുന്നുണ്ട്, നല്ല തിരക്കായിരുന്നു അവിടെ കേട്ടോ. പിന്നെ നമ്മൾ ലുലുവിൽ എന്നൊക്കെ പറഞ്ഞാൽ എത്ര തിരക്കുണ്ടായാലും എന്താ പറയുക, നമ്മൾ പറയില്ല അത്രയും സ്ഥലമുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്കറിയുന്ന ആരെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകൾ ഈ കൂട്ടത്തിലുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പേര് പറഞ്ഞ് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ ലുലുന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. ലുലു നല്ല ഹൈലൈറ്റ് മാളാണ്, പക്ഷേ പറഞ്ഞ് ഞങ്ങൾ ലുലുന്നാക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞാൻ സ്വതവേ പറയാറില്ല, എനിക്ക് പർച്ചേസിങ്ങിനെ ഇഷ്ടം. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്കിഷ്ടം ബിസ്മിയാണ്. പിന്നെ എന്താ പറയുക, ഫുഡ് ഐറ്റംസ് എനിക്കിഷ്ടം നെസ്റ്റോ ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ട് നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥാപനം, അത്രയും അങ്ങനെയാണ് ഇവിടേക്കും വരിക. എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇന്നതിന് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം നമ്മളിതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ പറയണത് ഇത് ഇവിടുത്തെ എല്ലാതും നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടാവും പോവുക. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥിരം വീട്ടു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ബിസ്മിന്നാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ എന്താ പറയുക, എന്നാൽ ഫുഡ് ഐറ്റംസ് മൊത്തം നെസ്റ്റോയിലാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം എന്തോ 1-2 കൂട്ടം വാങ്ങിയെന്നല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ
ഞാൻ എപ്പോഴും എന്നെ കളിയാക്കും, നിങ്ങളുടെ തറവാടാണോ ബേബി സൺ എന്ന് ചോദിച്ചിട്ട്. ബേബി സണ്ണിലേക്കാണ് പോയത് കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ, ഒന്നാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ഫ്രഷ് ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്താ പറയുക, ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അധികം വിലയില്ലാണ്ട് അതും കൂടി നമ്മൾ നോക്കണം. നമ്മൾ ബഡ്ജറ്റ് എപ്പോഴും നോക്കണം. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു 50 രൂപയുടെ സാധനം, അതേ സാധനം ഇപ്പുറത്ത് 45 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അത് നോക്കുള്ളൂ. അല്ലാണ്ട് കടയുടെ വലിപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറിൻ്റെ എണ്ണമോ ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. അപ്പോൾ ബേബി സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഈ കുട്ടികളെന്നെ കളിയാക്കും, മമ്മി ലുലുവിൽ പോയത് പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ട്. ഇത് ഒക്കെ ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 2 തരം അച്ചാർ. അപ്പോൾ ഞാൻ വാങ്ങിക്കാണ്ട് ഇറങ്ങാൻ നിന്നായിരുന്നു. അപ്പോൾ ഡാഡിക്ക് അച്ചാർ വാങ്ങിച്ചില്ലേന്ന്, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം അച്ചാർ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു നമ്മുടെ ഇതിലേക്ക് വേണ്ടിയിട്ട്, സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്യാരറ്റും ക്യാബേജും കൂടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്, മറ്റേ പത്തിരി. അങ്ങനെ ഒന്നും വാങ്ങില്ല എന്നൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം എല്ലാതും വാങ്ങിക്കും. എന്നാലും നമ്മൾ വീട്ടു സാധനങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല. അതൊക്കെ നല്ലത് ഇന്ന സ്ഥലം അങ്ങനെയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ ബർഗർ പാറ്റി കുട്ടികൾക്കുള്ളത്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്. സാധാരണ ഞാൻ അമൂലിൻ്റെ വാങ്ങിക്കാറ്. അപ്പോൾ ഇന്ന് അവർ പറഞ്ഞു ഇത് നല്ലതാണ്, അതായത് ലുലുവിൻ്റെ ഓൺ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വാങ്ങി. ഇത് പിന്നെ സമോസയുടെ ഷീറ്റ്, പിന്നെ ഇത് നമ്മളുടെ എന്നിട്ടാണ് ടാർട്ട്, മറ്റേ പേര് കിട്ടണില്ല കേട്ടോ. പിന്നെ ഡോനട്ടാണ് മെയിനായിട്ട് മൂപ്പര് പറഞ്ഞിട്ട് പോയത്. പിന്നെ ഇത് ചിക്കുവിൻ്റെ മറ്റേ ഫ്രൂട്ട് ബ്ലെൻഡ്, അതായത് മറ്റേ പൾപ്പ്, ഇത് സെറ്റ് കേർഡ്, പിന്നെ ജ്യൂസ്, പിന്നെ 2 പാക്കറ്റ് പാം ഓയിൽ വാങ്ങിച്ചു ഞാൻ കേട്ടോ. പാം ഓയിലല്ല, സൺഫ്ലവർ ഓയിൽ, തെറ്റി പറഞ്ഞതാട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡോനട്ട്. അപ്പോൾ ഡോനട്ടൊക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇതൊക്കെ ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ബേബി സണ്ണിൽ നിന്ന് വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, മടക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അക്കിക്കും ചേച്ചിക്കും ഞാൻ കൊടുത്തയച്ചു. അത് കഴിഞ്ഞ് ഒരു പാക്കറ്റ് പൊട്ടിച്ചതേ ഞാൻ കണ്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എന്നാൽ പിന്നെ 2 എണ്ണം ഇരിക്കട്ടെ, അതേ ഉള്ളൂ അവിടെ. ഉള്ള 2 എണ്ണം ഞാൻ എടുത്തു. പിന്നെ ചിപ്സും കോൺഫ്ലേക്സ് മിക്സറും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആകുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. വിലയായാലും അതെ, ഭയങ്കര വ്യത്യാസമുണ്ട്, വിലയ്ക്കും വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഫ്രഷായിട്ട് ഇരിക്കും സാധനം. അവിടെ ഡേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പിന്നെ നമ്മളെപ്പോഴും പോകുന്നത് കാരണം നമുക്കറിയാം ഇന്നത് എന്നുള്ളത്. അങ്ങനെ അതൊക്കെ വാങ്ങി, എന്താ പറയുക, അതൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര മടി വന്നു. എനിക്കെന്നല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര മടിയായി വന്നിട്ട് പിന്നെ ആ പോയ വിശേഷവും വന്ന വിശേഷവും അതുവരെ അനിലയൊക്കെ വന്ന വിശേഷവും നമ്മളങ്ങനെയാണ്. ഒരാൾ വന്ന് പോയി കഴിഞ്ഞാൽ കുറേ നേരം ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ. അങ്ങനെ എന്താ പറയുക, എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ച് നേരം പോയി ഇതറിഞ്ഞില്ല. അങ്ങനെ പത്തിരി വാങ്ങിയിട്ടുണ്ട്. കറി വേഗം ഡിമ്പിളും ഡിവൈനും ഒക്കെ കൂടെ ഇട്ട്, ഡിമ്പിളാന്ന് തോന്നുന്നുണ്ട്, മുട്ടക്കറി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വിഷുവിൻ്റെ പടക്കം ചുറ്റും പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ അവർ കൂട്ടിലേക്കേ പോകണില്ല, എൻ്റെ കാലിൻ്റെ അടിയിൽ നിൽക്കുക. അവർക്ക് ഭയങ്കര പേടിയാട്ടോ പടക്കം. അപ്പോൾ അതേ ഓച്ചും മക്കളും പുറത്തിറങ്ങി നിന്നിട്ട് അവിടെ പടക്കം പൊട്ടേണ്ടത് നോക്കി നിൽക്കുകയാണ്. അവിടെ മുമ്പിലത്തെ വീട്ടിൽ പടക്കം പൊട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുക. അങ്ങനെ ഞാൻ കുറച്ചും കൂടി സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 1-2 വലിയ ഒരു ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെക്കേണ്ട നേരം കൊണ്ട് ഞാൻ കുട്ടികളോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ 3 പേരും കഴിച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് അവിടെ വെച്ചു. അപ്പോൾ നല്ല മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ച് എണീക്കിനോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ 2 ആളും ഭക്ഷണം കഴിച്ച് ഒക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി കിടക്കാനും ഉറങ്ങാനും ഒക്കെ ആയിട്ട് പോയി. അങ്ങനെ അപ്പാപ്പൻ്റെ അടുത്ത് പാച്ചുണ്ട് കേട്ടോ. ഞാനപ്പോഴേക്കും പട്ടികളുടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച്, ഇവർ ഓൾറെഡി കൂട്ടിൽ പോയി കിടപ്പ് കഴിഞ്ഞു. കാരണം ചുറ്റും പടക്കം പൊട്ടല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഗ്രൂപ്പിൽ കുട്ടികളോട് സംസാരിച്ചു. അനില വന്ന വിശേഷം, പിന്നെ എന്താ പറയുക, അങ്ങനെ കുറേ വിശേഷങ്ങൾ, വിഷുവിൻ്റെ വിശേഷങ്ങൾ, അങ്ങനെ കുറച്ച് നേരം അവരോടും കൂടി സംസാരിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്ത പടല പഴുത്ത് തുടങ്ങിയിട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ഒരേ പടല പഴുത്ത് വരുമ്പോൾ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാനും രസം, കേടാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലാണ്ട് പഴുക്കണ വരെ നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ നമുക്ക് പഴം വൈനിടാം, അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്നും നാശമായി പോവില്ലല്ലോ. അങ്ങനെ ഇന്ന് മുട്ട ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഡാഡി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മറ്റേ സൊമാറ്റോ വഴിയാണ് വാങ്ങിയത് കേട്ടോ മുട്ട. സൊമാറ്റോ അല്ല, എന്താ പറയുക, അത് ഓൺലൈൻ ഇതിൽ ഡിവൈനാണ് കൊണ്ടുവരിക.
അപ്പോൾ അതിൻ്റെ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഈ ബോക്സ് കൊള്ളാമെന്ന്. അപ്പോൾ ഇത് പച്ചരി ഇടുമ്പോൾ പറഞ്ഞിട്ട് പുറത്തെടുത്ത് വെച്ചിരിക്കുക, ഞാൻ മറക്കാണ്ടിരിക്കാൻ വേണ്ടി. കാരണം രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് ചെയ്തോട്ടെ വെച്ചിട്ട് നാളെ വിഷു അല്ലേ, വിഷുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരി പറഞ്ഞതനുസരിച്ച് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ ചെപ്പുകളൊക്കെ ഫില്ല് ചെയ്തു, കംപ്ലീറ്റ് സാധനങ്ങളായിട്ട് ഫില്ല് ചെയ്തു. പിന്നെ അനില ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾ തന്നെ ഒക്കെ അതാത് സ്ഥാനങ്ങളിലാക്കി. അങ്ങനെ സമയം 12 10 മിനിറ്റ്, ഇപ്പോൾ 12:15 അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ദിവസം കിടക്കുമ്പോഴും നാളെ എന്തായിരിക്കും എന്ന നമ്മളൊരു തരം ഒരു പ്ലാൻ ചെയ്യും. പക്ഷേ ദൈവം വേറൊരു രീതിയിലാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനുദാഹരണമാണ് ഇന്നത്തെ ഒരു ദിവസം. ഇന്നെന്തായാലും പള്ളി പോക്കൊക്കെ കഴിഞ്ഞ് നേരെ ലുലുവിൽ പോകണം, തിരിച്ചു വരണം, അങ്ങനെയൊക്കെ വിചാരിച്ചത്. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, നിൽക്കുക, അതിനേക്കാളും നല്ലൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് അനിലയും ആൻ്റണിയും ഇവിടെ വന്നതും കുറേ നേരം നമ്മളവിടെ സംസാരിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഉച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന അനില ഭക്ഷണം കഴിച്ചതും. അപ്പോൾ അതൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഓരോ നല്ല നല്ല അവസരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഡ്രീം കളക്ഷൻസ് കാണാൻ മറക്കരുത്.